അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാൻ നിയമമുണ്ടാക്കുകയില്ല എന്ന നിലപാടിൽ നിന്ന് സർക്കാർ അല്പം പിന്നോട്ട് പോയി, അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി. ഒരു നിയമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ അമാന്തം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചില ആളുകൾ പൊതു താൽപ്പര്യ ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചു. അതിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് അങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ കേരള സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല, ഈ അനാചാരങ്ങളൊക്കെ നിലനിൽക്കുന്ന പോലെ തന്നെ തുടർന്നു പോയിക്കോട്ടെ എന്ന നിലപാട് കൈക്കൊണ്ടത്. അതായത് ക്ഷുദ്രം, മാരണം, കൂടോത്രം, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത്. ഏത് കാലത്ത് ഭരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ സാധാരണക്കാരായ നമുക്കുള്ളതിനേക്കാൾ വലിയ അന്ധവിശ്വാസമുള്ളവരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് യാതൊരു സ്ഥിരതയുമില്ലാത്ത ഒരു ഏർപ്പാടാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുമോ, ജയിക്കുമോ, ജയിച്ചാൽ ഭരണം കിട്ടുമോ, കിട്ടിയാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാക്കാൻ പറ്റുമോ, കാട്ടാൽ തന്നെ പിടിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം ഇവർക്കുണ്ടാവും. അതുകൊണ്ട് രാഷ്ട്രീയ ഉപജീവികളിൽ നല്ലൊരു ഭാഗം വലിയ വിശ്വാസികളാണ്, കടുത്ത വിശ്വാസികളാണ് എന്ന് മാത്രമല്ല ഈ ഇതുപോലുള്ള ദുരാചാരങ്ങളിലൊക്കെ കഠിനമായ വിശ്വാസമുള്ളവർ കൂടിയായിരിക്കും. അതുകൊണ്ട് ക്ഷുദ്രം, മാരണം, കൂടോത്രം അതുപോലെയൊക്കെ ഉള്ള പരിപാടികളിൽ നമ്മളെക്കാളിലൊക്കെ വിശ്വാസമുള്ളവരായിരിക്കും. ഇത് ഞാൻ പൊതുവായ അനുഭവത്തിൻ്റെ പേരിൽ പറഞ്ഞാണ്. കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും അറിയപ്പെടുന്ന അന്ധവിശ്വാസികളുണ്ട്. CPM-കാരുടെ അറിയപ്പെടാത്ത രീതിയിലുള്ള പരിപാടികളാണ് എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഇങ്ങനൊരു നിയമനിർമ്മാണം നടത്തുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറുന്നതിനോട് നമ്മുടെ കോടതി തന്നെ അനിഷ്ടം പ്രകടിപ്പിച്ചു. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, യുക്തിവാദി സംഘമൊക്കെ വലിയ വായിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. സർക്കാർ നിലപാട് മാറ്റി. സർക്കാർ ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്ന കാര്യം ഗുരുതരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഫലപ്രാപ്തിയിലെത്തും എന്ന് പറയാൻ നമുക്ക് അറിയില്ല, സംശയമുണ്ട്. ഇവിടെ സുംബ ഡാൻസ് പരിശീലിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ പോലെ അതുപോലെയൊക്കെ തന്നെയുള്ളൂ. ഒരു നിയമനിർമ്മാണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അനാചാരങ്ങൾ തടയപ്പെടും, അല്ലെങ്കിൽ അന്ധവിശ്വാസം കുറയും എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ നമ്മൾ നിയമത്തിനോട് അത്ര അന്ധവിശ്വാസമുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നാട്ടിൽ പൊതുവേ പ്രചരിച്ചിട്ടുള്ള ഒരു വലിയ അന്ധവിശ്വാസം, അനാചാരം എന്ന് പറയാൻ പറ്റില്ല, പൊതുവേ ആളുകളുടെ ഇടയിൽ പടർന്നു പിടിച്ചിട്ടുള്ള CPM വിരോധികളുടെ ഇടയിലാണ് കൂടുതൽ. അനുകൂലികളും ഇത് രഹസ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി എവിടെ കാലെടുത്ത് വെച്ചാലും അനർത്ഥം ഉണ്ടാകും എന്നുള്ളതാണ്. പുള്ളിയെ ജൂനിയർ മാൻഡ്രക് എന്നൊക്കെ പല ആളുകളും വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനങ്ങനെ കരുതുന്ന ആളല്ല. ഞാനിങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലോ അനാചാരങ്ങളിലോ ജ്യോത്സ്യത്തിലോ കൈനോട്ടത്തിലോ ക്ഷുദ്രത്തിലോ മാരണത്തിലോ വിശ്വസിക്കുന്ന ആളല്ല. നമ്മുടെ തലയിലെടുത്ത് പോലെ കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്ന ആളാണ്. അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയോ ഉത്കണ്ഠയോ ജിജ്ഞാസയോ ഒന്നുമില്ല. നാളെ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു പുല്ലുമില്ല എന്ന് കരുതുന്ന ആളാണ്. പക്ഷേ പൊതുവേ ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വാലത്തെ കാല് വെച്ച് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് അനർത്ഥത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുള്ളി ചികിത്സയ്ക്ക് വേണ്ടി മിനിസോട്ടയിൽ പോയത് നമുക്കറിയാം. മൂപ്പിലാൻ അവിടെ ചെന്ന് കാല് ചവിട്ടിയ ദിവസം അമേരിക്കയിൽ ഭയങ്കരമായ പ്രകൃതിക്ഷോഭമുണ്ടായി. മിനിസോട്ടയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഉണ്ടായത് ടെക്സാസിലാണ്. ടെക്സാസിൽ തീരെ അപ്രതീക്ഷിതമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. സ്കൂൾ കുട്ടികളടക്കം ഏതാണ്ട് 100-ലധികം ആളുകൾ മരിച്ചു. അമേരിക്കയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ 10 പേര് മരിക്കുന്ന പോലും വലിയ ഗുരുതരമായ സംഭവമാണ്. 100-ലധികം ആളുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 160 പേരോ മരിച്ചു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ അവർ പഠിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അതിന് ഫലപ്രദമായ പരിഹാര മാർഗ്ഗങ്ങൾ അവർ കണ്ടുപിടിച്ചു. പണ്ട് ലോസ് ആഞ്ചൽസിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഇവിടെ പല ആൾക്കാരും പറഞ്ഞില്ലേ, ഈ പാലസ്തീനിൽ മിസൈൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനുള്ള ശിക്ഷയാണ് ലോസ് ആഞ്ചൽസിൽ സായിപ്പന്മാർക്ക് കിട്ടിയത് എന്ന്. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ. ഈ ടെക്സാസിൽ വെള്ളപ്പൊക്കം ഉണ്ടായതും കുട്ടികളടക്കം മരിച്ചതും നമ്മുടെ സഖാവ് പിണറായി വിജയൻ അമേരിക്കയിൽ കാലെടുത്ത് ചവിട്ടിക്കൊണ്ടുമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഒരുപാടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് ട്രോളായിട്ടും പിന്നീട് ഒരു സത്യപ്രസ്താവന പോലെയും ധാരാളമായിട്ട് പ്രത്യക്ഷപ്പെട്ടൊരു കാര്യമാണ് ഞാനീ പറയാം. മാത്രമല്ല ഇതിൽ യാതൊരു സത്യമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്, ഇതാ പോയത് മിനിസോട്ട എന്ന് പറയുന്നത് അമേരിക്കയുടെ വടക്കേറ്റത്താണ്, കാനഡയോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ടെക്സാസ് എന്ന് പറയുന്നത് തെക്കേറ്റത്ത് നമ്മുടെ മെക്സിക്കോയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ജമ്മു കാശ്മീരിൽ ഹിമപാതം ഉണ്ടാകുന്നത് കേരളത്തിലെ ആളുകൾ എങ്ങനെ ബാധിക്കും എന്ന് വിചാരിക്കുന്ന പോലെ ഉള്ളൂ. ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകളല്ലേ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കും
ആ ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും നല്ല കാര്യം, ഒരു നിയമമില്ലാത്തതുകൊണ്ട് അന്ധവിശ്വാസം കൂടി എന്നാലും പറയാനിടവരില്ല. ഇപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തിരിച്ചിവിടെ വന്ന ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുവേ കണ്ട കാര്യം അമേരിക്കയിലുണ്ടായ പോലെ വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നു എന്നാണ്. ഇനി ഇവിടെ വലിയ അനർത്ഥങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ മാൻഡ്രയ്ക്ക് തിരിച്ചു വന്നു എന്ന്. ഇത് പറഞ്ഞവർ പരിഹാസമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് അല്ലെങ്കിൽ മൂപ്പിലാനെ കുറ്റപ്പെടുന്നതിൽ കുത്തി നോവിക്കുന്നതിലുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞായിരിക്കും. അതിനെ സാധ്യതയുള്ളൂ. പക്ഷേ ഇദ്ദേഹം വന്ന് 2-ാം ദിവസം ഈ കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഒരു വിദ്യാർത്ഥി ഷോക്കടിച്ച് മരിച്ചു. ഇലക്ട്രിക് ഷോക്ക്. അവിടെ KSEBയുടെ കമ്പി താന്ന് കിടക്കരുത്. അതിൽ ഈ വിദ്യാർത്ഥി സംഗതി വശാൽ അദ്ദേഹത്തിൻ്റെ മേത്ത് മുട്ടുകയും ആ കുട്ടി മരിക്കുകയും ചെയ്തു. തികച്ചും ദുഃഖകരമായൊരു സംഭവമാണ്, യാതൊരു സംശയമില്ല. ഇത് കേട്ട ഉടനെ നമ്മുടെ ശിവൻകുട്ടി അണ്ണനും പറഞ്ഞു ദുഃഖകരമായിപ്പോയി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലൊരു വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഷോക്കടിച്ച് മരിച്ചത് തെറ്റായിപ്പോയി, വലിയ കഷ്ടമായി. മറ്റു മന്ത്രിമാരും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. സഖാവ് ചിഞ്ചുറാണി പറഞ്ഞ ആ കുട്ടി ഈ ഷെഡ്മേൽ വലിഞ്ഞു കയറിയോണ്ട് പറ്റിയതാണ്, അല്ലായിരുന്നെങ്കിൽ ഷോക്കടിക്കില്ലായിരുന്നു എന്നൊരു വ്യാഖ്യാനം കൂടി നടത്തിയിട്ടുണ്ട്. ഇത് അറിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു ദുഃഖകരമായിപ്പോയി, കുട്ടി ഷോക്കടിച്ച് മരിച്ചത് ദുഃഖകരമാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയും പറഞ്ഞു ദുഃഖകരം, അങ്ങേറ്റം ദുഃഖകരം. ഞാൻ ഈ മന്ത്രിമാരോട് ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ, ദുഃഖകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ പറഞ്ഞില്ലെങ്കിലും കൃഷ്ണൻകുട്ടി പറഞ്ഞില്ലെങ്കിലും ശിവൻകുട്ടി അണ്ണൻ പറഞ്ഞില്ലെങ്കിലും ചിഞ്ചുറാണി പറഞ്ഞില്ലെങ്കിലും കുട്ടി ഷോക്കടിച്ച് മരിച്ചത് ദുഃഖകരമാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു. ഇത് പറയാനാണോ നിങ്ങൾ മന്ത്രിമാരായിട്ട് വച്ചേണ്ടത്? ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. കൃഷ്ണൻകുട്ടി മന്ത്രിയാണെങ്കിലും ശരിയാണ്, ശിവൻകുട്ടി മന്ത്രിയാണെങ്കിലും ശരിയാണ്. ഇവരൊക്കെ ഇത്ര പ്രായമായിട്ട് കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ കഷ്ടം ഇല്ലേ. ശിവൻകുട്ടി എന്നാണ് പേര്, പുള്ളി അപ്പൂപ്പനായി. കൃഷ്ണൻകുട്ടിക്ക് അതിനേക്കാളും പ്രായമുണ്ട്, മുഖ്യമന്ത്രിയേക്കാളും പ്രായമുള്ളതാണ് കൃഷ്ണൻകുട്ടി. അത് എത്ര കൊല്ലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകാരെ കൊണ്ട് ഈ കമ്പി പൊക്കി കെട്ടിക്കാനായിട്ട് ഇദ്ദേഹം വിചാരിച്ചാൽ നടക്കില്ല. കാരണം അവിടെ യൂണിയൻകാരുടെ ഭരണമാണ്. അവിടെ CITU യൂണിയനാണ് തീരുമാനിക്കുന്നത് ഒരു ലൈൻ കമ്പി എത്ര പൊക്കത്തിൽ കൂടി പോകണം എന്നുള്ളത്. മന്ത്രിയല്ല, ചീഫ് എഞ്ചിനീയറോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ ആര് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. ട്രേഡ് യൂണിയൻ ഭരണമാണ്. അപ്പോൾ യൂണിയൻകാർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യും, എഞ്ചിനീയർമാർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യും. മന്ത്രിക്ക് ഒരു പവറുമില്ല. മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയ്റ്റിൻ്റെ കനം പോലും ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിക്ക് കേരളത്തിലില്ല. ഇതാണ് സത്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് വെച്ചാൽ പണ്ടേ നാഥനില്ല കളരിയാണ്. അവിടെ ഇൻസ്പെക്ഷൻ വരാനായിട്ട് AU ഉണ്ട്, DU ഉണ്ട്, മറ്റ് പല ഓഫീസർമാരും ഉണ്ട്. പക്ഷേ ഫലപ്രദമായ നിയന്ത്രണം ഒരു സ്ഥലത്തും ഇല്ല. ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ മതിലിടിഞ്ഞ് വീണ് ആ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചു. അപ്പോഴും മന്ത്രിമാർ പറഞ്ഞു ദുഃഖകരം. മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല, മരുന്നില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു അയ്യോ കഷ്ടമായി പോയി, ദുഃഖകരം എന്ന് പറഞ്ഞു. ഈ ദുഃഖകരം എന്ന് പറയാനല്ലല്ലോ ഈ പുങ്കവന്മാരെ അവിടെ കയറ്റിയിരുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അന്ധവിശ്വാസവും അനാചാരവും തടയുന്നതിന് നിയമം ഉണ്ടായിക്കൊണ്ട് പ്രശ്നം തീരുമോ? അതുകൊണ്ട് ജനങ്ങൾ തെറ്റായിട്ടാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും വിചാരിക്കും എന്താണ് മൂപ്പിലാൻ അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇതാരുടെയും കുറ്റമല്ല. ആ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മളെ ഇതുപോലെയുള്ള പല അനുമാനങ്ങളിലും തെറ്റായ ധാരണകളും കൊണ്ടുപോയി ചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും മൃഗസംരക്ഷണ മന്ത്രിയോടും അതുപോലെ വൈദ്യുതി മന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് ദുഃഖകരം എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ആരുടെ ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ഈ പരിപാടി കാണുന്ന ആളുകൾക്കും അറിയാം, ഇത് കാണാത്തവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതല്ല അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലാണ്ട് മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.